അതായത് ഗവൺമെന്റിന്റെ സംവിധാനം. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് സെബാസ്റ്റ്യനോട് പറഞ്ഞു ലോ ആൻഡ് ഓർഡർ അവിടെ തകരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു SI. അപ്പം ലോ ആൻഡ് ഓർഡർ തകരാതെ നമ്മൾ രക്ഷിക്കാനായിട്ടുള്ളത് ഇവിടെ സഭാ നേതൃത്വമുണ്ട്. അച്ഛനാണ് അതിൻ്റെ സഭാ നേതൃത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഇടവക വികാരി. അച്ഛൻ അതേപോലെ തന്നെ SNDPയുടെ ശാഖാ പ്രസിഡന്റ് ഉണ്ട്. SNDPയുടെ ശാഖാ പ്രസിഡന്റിൻ്റെ മുകളിൽ യൂണിയൻ ഉണ്ട്, ജില്ലാ നേതൃത്വമുണ്ട്. അവർക്ക് ഓൾ കേരള ലെവലിലും ഓൾ ഇന്ത്യ ലെവലിലും വേൾഡ് തലത്തിലും അവർക്ക് സംഘടനകളുണ്ട്. അതുപോലെ മറ്റു സമുദായ സംഘടനകളുണ്ട്. രാഷ്ട്രീയ സംഘടനകൾ ആരും തന്നെ നമ്മൾ വിശ്വസിക്കുന്നില്ല പൂർണ്ണമായിട്ടും. കേന്ദ്ര ഗവൺമെന്റ് 1995 കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിന് ഭേദഗതി വരുത്താൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കാൻ നോക്കുന്നത്. അതിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നു. അതിൽ ശാശ്വതമായ ഒരു പരിഹാരം അതിലുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ബില്ല് നിയമമാകുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മൾ ആപ്ലിക്കബിൾ ആകും എന്നുള്ളത് നിയമോപദേശത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞത് സഭാ നേതൃത്വത്തിൻ്റെ ഏറ്റവും ഇവിടെ ഉള്ളത് നമ്മുടെ ഇടവകാരിയച്ഛനാണ്. ഇന്നത്തെ മീറ്റിങ്ങിന് ശേഷം അച്ഛൻ ബിഷപ്പായിട്ട് കോണ്ടാക്ട് ചെയ്യും. അവനെ ബിഷപ്പായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സമരത്തിൻ്റെ രൂപം മാറുമെന്ന് പറയുന്നത് നമ്മുടെ ബിഷപ്പ് മറ്റു മെത്രാന്മാർക്ക് ഓൺലൈനിൽ എത്തണമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് എല്ലാ മെത്രാന്മാരെയും കേരളത്തിലും അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിലുള്ള മെത്രാന്മാരെയും കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജനങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷകരായിട്ട് നമുക്ക് വേണ്ടി സഭയുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ കത്തോലിക്ക സമുദായത്തിൽ വിശ്വസിക്കുന്ന ആളുകളും അതേപോലെ SNDPയിൽ വിശ്വസിക്കുന്ന ആളുകളും മറ്റ് സമുദായത്തിൽ വേട്ടുവ സമുദായത്തിൽ വിശ്വസിക്കുന്ന ആളുകളും നമുക്ക് വേണ്ടി പുറത്തേക്കിറങ്ങാൻ സാധിക്കും. അവർ വരും. അങ്ങനെ വരുമ്പോഴാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിലും അതേപോലെ തന്നെ സാമൂഹ്യ തലത്തിലും ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസം. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ ചെറിയ ചെറിയ രീതിയിലുള്ള ഇപ്പം ഇത്രയും നാൾ എന്തുകൊണ്ട് നമ്മൾ ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയില്ല എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ലെവലിലൂടെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞതാണ്, മുഖ്യമന്ത്രി അച്ഛനോടും ബിഷപ്പിനോടും പറഞ്ഞതാണ്, നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഞാൻ ഉണ്ടാക്കി തരും, ഇത് LDF ഗവൺമെൻറ് ഭരിക്കുന്നതാണെന്ന് ഞങ്ങളുടെ നേരെ നിന്ന് അച്ഛൻ്റെയും എൻ്റെയും സെബാസ്റ്റ്യൻ്റെയും പിതാവിൻ്റെയും നേരെ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഗസ്റ്റ് ഹൗസിൽ വെച്ച്. അതിനുശേഷം തൊട്ടടുത്ത ആഴ്ചയിലാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. അതിന് നമ്മൾ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. ആ എതിർപ്പിന് ശേഷവും പിറ്റേ ദിവസവും ഓൺലൈൻ മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത്, മന്ത്രിസഭ കൂടി എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞു. അത് നമ്മൾ വിശ്വസിച്ചു. ഇനിയും ഈ സിംഗിൾ കോടതിയുടെ വിധിക്കെതിരെ ഡിവിഷൻ കോടതിയിൽ പോയി, അപ്പീൽ പോയി, സുപ്രീം കോടതിയിൽ പോയി നടക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യണം. അത് നമുക്ക് തുടക്കത്തിൽ അറിയില്ലായിരുന്നു. ഒന്ന്, നമ്മൾ താമസിക്കുന്ന ഭൂമി നമ്മൾ കേരള സർക്കാരിൻ്റെ രജിസ്ട്രി ആക്ട് വകുപ്പ് അനുസരിച്ചിട്ട് ഭൂമി മേടിച്ച് മുദ്രപേപ്പറിൽ എഴുതി വാങ്ങിച്ചിരിക്കുന്നവരാണ്. അത് കരമടച്ച് തണ്ടപ്പേര് പിടിച്ച് പോക്കുവരവ് നടത്തിയിരിക്കുന്നതാണ്. അത് നിഷേധിക്കണമെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡിൻ്റെ രജിസ്റ്ററിലേക്ക് എഴുതിയെടുത്താലും വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടീസ് തരണം, നമ്മുടെ അതിരുകൾ അവർ കണ്ടെത്തണം, സർവേ നടത്തണം. ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ റവന്യൂ വകുപ്പ് കൃത്യമായ നിയമോപദേശം തേടാതെയാണ് നമ്മുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങൾ ഫസ്റ്റ് ടൈം സെബാസ്റ്റ്യനും ഞങ്ങളുടെ ടീം ഭൂസംരക്ഷണ സമിതിയുടെ ആളുകൾ ജമാലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ, അതായത് CEO-ൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് കിട്ടിയോ അദ്ദേഹം ചോദിച്ചിരുന്നു. കാരണം റവന്യൂ അവകാശങ്ങൾ റദ്ദാക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ ആവശ്യമാണ്. നോട്ടീസ് തരണം, 2 അതിർത്തികൾ കണ്ടെത്തണം, സർവേ നടത്തണം. ഇത് 3ഉം ചെയ്യാതെ നമുക്ക് റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത് ഏറ്റവും അനീതിയാണ്. അതിനെതിരെ ഞാൻ പറഞ്ഞതുപോലെ അച്ഛൻ പിതാവായിട്ട് സംസാരിക്കുക. ഇപ്പൊ ക്ലിമ്മീസ് പിതാവ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം ആളുകളെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരത്തിനുള്ളിൽ ഓടിക്കൂടാനുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ. അതേപോലെ കേരളത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും ഒത്തിരിയേറെ ആളുകളെ കൂട്ടാനായിട്ട് സാധിക്കും. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് തടയാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു നിലപാടുമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം.
ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും നമ്മൾ തോറ്റില്ല. ഇവിടെ ആര് പറഞ്ഞ് നമ്മൾ തോറ്റു? നമ്മളങ്ങനെ തോക്കും. ഗവൺമെന്റ് കൊണ്ടുവന്ന കമ്മീഷൻ, ഹൈക്കോടതി ഈ കമ്മീഷന്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം പൊതു താല്പര്യം എന്താണ് എന്ന് ഏജിക്ക് ഹൈക്കോടതിയിൽ വിവരിക്കാൻ പറ്റിയില്ല. ഈ പൊതു താല്പര്യം എന്താണെന്ന് ജഡ്ജിക്ക് മനസ്സിലായില്ല. ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ഹൈക്കോടതി ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ശത്രു എത്ര ബലവാനാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ ഈ സമരം ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ ശക്തമായ സമരങ്ങളിലോട്ട് കടക്കാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നു. ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. അദ്ദേഹം നമ്മളോട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം, സമരം ഒന്ന് കുറക്കണം, അതിനൊരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ മുഖാന്തരം നമ്മ കരകയറും എന്ന് വിചാരിച്ചു. ആ കമ്മീഷൻ ഏതോ കോടതിയുടെ മൂലയിലോട്ട് മാറ്റിയിട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഞാനും അച്ഛനും പെന്നിയായിട്ട് ഭാഗത്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അടുത്ത് ശക്തമായ രീതിയിലുള്ള സമരത്തിലോട്ടായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. അംബ്രോസ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ താലൂക്കിലായിട്ടായിരിക്കും. കാരണം താലൂക്കിൽ നിന്നാണ് നമുക്ക് നമ്മളുടെ റവന്യൂ അവകാശം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഓർഡർ വന്നത്. താലൂക്കിൽ ഒരു ദിവസമെങ്കിലും താലൂക്കിൽ നമുക്ക് സമരം നടത്താൻ നമുക്ക് അവകാശമുണ്ട്. അതിലും ഒത്തിരി സ്ട്രോങ് ആയിട്ട് നടത്താനായിട്ട് കലക്ടറേറ്റ് നടത്താൻ പറ്റും. ഇത് ഓരോരുത്തരുടെയും അഭിപ്രായമാണ് നമ്മൾ ഇത്ര നേരം ചോദിച്ചത്. എൻ്റെയും പെണ്ണിൻ്റെ അഭിപ്രായം മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം. എല്ലാവരും ഇങ്ങനെ നമ്മളാരും തോറ്റിട്ടില്ല, നിങ്ങളെല്ലാവരും സന്തോഷിക്കുക. അവസാന വിജയം നമ്മളുടേതാണ്. ഒരിക്കലും നമ്മൾ തോൽക്കില്ല. കാരണം സത്യം നമ്മളുടെ കൂടെയാണ്. ഈ കടലിൽ ഉള്ള കാലം വരെ നമ്മൾക്ക് തോൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വില കൊടുത്ത് മേടിച്ച ഭൂമി, കടൽ വെച്ച ഭൂമി, ഈ കടലിൻ്റെ മൊക്കൾ താമസിക്കുന്ന ഭൂമി, നമ്മൾക്ക് തോൽവിയില്ല. നിങ്ങളെല്ലാവരും സന്തോഷിക്കുക. നമുക്ക് ഒരുപാട് മാർഗങ്ങൾ ഇനിയുമുണ്ട്. വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ട്രൈബ്യൂണലാണ്, ഹൈക്കോടതി അല്ല. ഹൈക്കോടതി തൽക്കാലം ആ കമ്മീഷൻ പിടിച്ചു മാറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയും നമ്മൾ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മ വാർത്തയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ തുണിയില്ലാതെയാണ് ഈ കുരിശുമത്ത ഇറക്കണോടെ കെട്ടിത്തൂക്കണം. ഇപ്പം അങ്ങനെയാവും നമ്മുടെ ഈ കേരളം. അതായത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയൊക്കെ അവർ വഴിയിലിട്ട് തുണിയില്ലാതെ ഓടിക്കും. എന്നാലും നമ്മുടെ ഇവിടുത്തെ പാർട്ടിക്കാർ, അതായത് കോൺഗ്രസ് പാർട്ടി ആയാലും അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാരാണെങ്കിലും പഠിക്കൂല. ഇന്ന് പല രാജ്യത്തും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബാഹ്യബാക്ട് ഭേദഗതി വന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്നറിയാം. അന്ന് തുടങ്ങി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണതാണ്. ഏത് ആൾക്കാർ വന്നാലും ഏത് പാർട്ടിക്കാർ ഇവിടെ വന്നാലും ഞാനാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ചാനലുകാരോട്. ഞാൻ പറയണത്, എപ്പോഴും പറയണത്, അതായത് പാർലമെന്റിൽ വരാൻ പോണ ബാഹ്യബാക്ട് സെക്ഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എല്ലാ ചാനലിലും പറഞ്ഞിട്ടുള്ളതാണ്. ആ ബാഹ്യബാക്ട് ഭേദഗതി വന്നാൽ നമ്മുടെ ഇന്ത്യയിലുള്ളത്, നമ്മുടെ ഈ നമ്മുടെ ഈ സമരം, മുനമ്പൻ സമരം ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമരമാണ്. ഇപ്പം മുസ്ലിങ്ങളൊക്കെ കണ്ടില്ലേ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടും. മുസ്ലിങ്ങളുടെ സ്ഥലം കൂടെ പോകാൻ പോയിന് ഈ ബാഹ്യബാക്ട് ഭേദഗതി ഒന്നില്ലെങ്കിൽ. നമ്മുടെ ആൾക്കാർ 4 ചേരിയാണ് ഇവിടെ, ഇല്ലെന്ന് പറയാൻ പറ്റില്ലായിരിക്കും. 4 ചേരിയാണ്. ഇതിനകത്ത് ഇതായിട്ട് നടക്കുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്തോരോ ആൾക്കാരുടെ ഇവിടെ പെരക്കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ഒരു കാര്യത്തിനും ഇവിടെ സമരത്തിന് വരാത്ത ആൾക്കാർ ഇഷ്ടംമാരുണ്ട്. നമ്മുടെ ഈ സ്ഥലം പോയാലും അവർക്കൊരു കുഴപ്പമില്ല. നമ്മൾ ഈ സമരം നിർത്തരുത്. അതായത് നമ്മുടെ ഈ സമരം ഒക്ടോബർ 13-ാം തീയതി തുടങ്ങിയതാണ്. നമ്മുടെയൊക്കെ ഇത് റവന്യൂ അധികാരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിർത്താമോളം നമ്മൾ ചെയർമാൻ വരെ പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം കൂടെ നിരാഹാരം കിടന്നിട്ട് നിർത്തോളം എന്നാണ് പറഞ്ഞേക്കണത്. തുടങ്ങിയപ്പോൾ തുടങ്ങി. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ വേറെ സമരമുറകൾ നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, നമ്മൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ, ഒരു പന്തംകുളത്തി പ്രകടനമൊക്കെ നടത്തിയിരുന്നു. സത്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഒരു സാധാരണക്കാരിയായി എൻ്റെ മനസ്സിൽ വന്നൊരു ഡൗട്ടാണ്. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചുകൊണ്ട് നമ്മുടെ സമരം നിർത്തുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ അജണ്ട. നമുക്കറിയാം, കമ്മീഷനെ നിയമിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സമരം നിർത്തും.
അതോടെ സർക്കാരിന് സ്വസ്ഥമായിരിക്കാമെന്ന് അവർ കരുതിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവരന്ന് കമ്മീഷനെ വെച്ചതും നമ്മളോട് സമരം നിർത്താൻ പല രീതിയിൽ ആവശ്യപ്പെട്ടതും. പക്ഷേ നമ്മൾ സമരം നിർത്താതിരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമായിട്ട് നമ്മൾ ഇന്ന് കാണുന്നത്. സർക്കാരിന്റെ അജണ്ടയെ ഹൈക്കോടതി ഇന്ന് പൊളിച്ചു. അങ്ങനെ വിചാരിച്ചാൽ മതി, നമ്മളിവിടെ ജയിച്ചു എന്ന് വിചാരിച്ചാൽ മതി. സർക്കാരിന്റെ അജണ്ടയെ ഹൈക്കോടതി പൊളിച്ചു. അപ്പോൾ സർക്കാരിനെതിരെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിധിയിൽ ആഹ്ലാദിക്കുകയാണ് ചെയ്യുന്നത്. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ അതാണ് ഒരു സാധാരണക്കാരിയായി എൻ്റെ ഒരു തീരുമാനം. അതാണ്, പടക്കം പൊട്ടിച്ച് തന്നെ ആഘോഷിക്കണം സർക്കാരിന്റെ അജണ്ടയെ പൊളിച്ചതിന്. കാരണം മുൻപം സമരം തകരണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചോ അവരുടെയൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെയെല്ലാം പൊളിച്ചെഴുന്നതാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി.